പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സമയം ചിന്തയ്ക്കെടുത്ത വിശുദ്ധ വേദഭാഗം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. 1. 2. ഞാനവന് വെള്ളക്കല്ല് കൊടുക്കും. പ്രിയമുള്ളവരെ, വെള്ളക്കല്ല് വളരെ വിലയേറിയതാണ്. അതായത് പ്രാചീന കോടതികളിൽ ശിക്ഷയ്ക്ക് വിധിക്കുന്നതിന് കറുത്ത കല്ല് കൊടുക്കുന്ന രീതിയുണ്ട്. ഒരു വ്യക്തിയെ കോടതി വിമോചിക്കുകയാണ്. അതിന് അടയാളമായിട്ട് വെള്ളക്കല്ലും ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. പല ധാതുക്കളും ഭൂഗർഭത്തിലെ വലിയ മർദ്ദത്തിനും ചൂടിനും വിധേയമായി ഖരവസ്തുവായി വിലയേറിയ കല്ലുകൾ ഉണ്ടാകുന്നു. അപ്പോൾ പല ധാതുക്കൾ ഭൂഗർഭത്തിലെ വലിയ മർദ്ദത്തിനും ചൂടിനും വിധേയമായി ഖരവസ്തുവായി വിലയേറിയ കല്ലുകൾ ഉണ്ടാകുന്നു. ഇതുപോലെയാണ് പല കഷ്ടതകളിലൂടെയും പരിശോധനകളിലൂടെയും കടന്നു പോകുന്ന ദൈവമക്കൾ ദൈവസ്നേഹത്തിൽ അവർ ശക്തന്മാരായി തീരുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് അവർ നിർമ്മലരും വളരെ വിലയേറിയതുമായി തീരുന്നു എന്ന് നമുക്ക് വചനത്തിലൂടെ മനസ്സിലാകുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയുളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ പല കഷ്ടതകളിലൂടെയും പരിശോധനകളിലൂടെയും വേദനകളിലൂടെയും ഞെരുക്കത്തിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും ദൈവമക്കൾ കടന്നു പോകുന്നു. അങ്ങനെയുള്ള ദൈവമക്കൾ ദൈവസ്നേഹത്തിൽ അവർ വളരെ ശക്തന്മാരായി തീരുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ഭക്തന്മാരുടെ ജീവിതത്തെ എടുത്ത് പഠിച്ചു വരുമ്പോൾ അവർ അപ്രകാരമുള്ള പ്രതിസന്ധികളിലൂടെ കടന്ന് അവർ ശക്തന്മാരെ മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൗലോസ് റോമാ സഭയോടുള്ള ബന്ധത്തിൽ പറയുന്നത്: കഷ്ടത സഹിഷ്ണുത, സഹിഷ്ണുത സിദ്ധതയെ, സിദ്ധത പ്രത്യാശയുളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ മൂന്നാമതായിട്ട് ആമേൻ, അങ്ങനെയുള്ളവർക്ക് കർത്താവ് ഒരു പുതിയ പേര് നൽകും എന്നാണ് മൂന്നാമത്തെ വാഗ്ദത്തം നൽകിയിരിക്കുന്നത്. അത് ലഭിക്കുന്നവരല്ലാതെ ആരും അറിയാത്തതും ആയ ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേര് കർത്താവ് കൊടുക്കും. സ്തോത്രം. അപ്പോൾ ലഭിക്കുന്ന വ്യക്തി അല്ലാതെ, അപ്പോൾ ദൈവവും അത് ലഭിക്കുന്ന വ്യക്തിയും അല്ലാതെ മറ്റാർക്കും തന്നെ അതിനെക്കുറിച്ചുള്ള ഒന്നും തന്നെ അറിയുവാൻ സാധ്യമല്ല. അങ്ങനെയാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് യെശയ്യാവിന്റെ പുസ്തകം 62-ാം അധ്യായം 2 പറയുന്നത്: ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജാതികൾ നിന്റെ നീതിയെ, സകല രാജാക്കന്മാർ നിന്റെ മഹത്വത്തെയും എന്തിയ കാണും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടുമെന്ന് വചനം പഠിപ്പിക്കുന്നു. അതേ യെശയ്യാവിന്റെ പുസ്തകം 65-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ
നിങ്ങളുടെ പേർ നിങ്ങൾ എൻ്റെ വൃതന്മാർക്ക് ഒരു ശാപവാക്കായി വച്ചേച്ചു പോകും. യഹോവയായ കർത്താവ് നിന്നെ കൊന്നുകളയും. തൻ്റെ ദാസന്മാർക്ക് അവൻ വേറൊരു പേർ വിളിക്കും. ഹല്ലേലൂയ. അപ്പോൾ നോക്കിയേ, തൻ്റെ ദാസന്മാർക്ക് അവൻ വേറൊരു പേർ വിളിക്കുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 43-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നത്, ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഹല്ലേലൂയ. അപ്പോൾ നോക്കിയേ, ഇവിടെ വായിച്ചു കേട്ട വേദഭാഗം എന്താണ്? ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. പേർ ചൊല്ലി ദൈവം വിളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് പറയണം, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയുമില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണ്? സർവശക്തനായ ദൈവം യാക്കോബിനെ തൻ്റെ പേർ ചൊല്ലി കർത്താവ് വിളിപ്പാനായിടയായി തീർന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രിയമുള്ളവരെ, നമ്മുടെ സർവശക്തനായ ദൈവമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് വളരെ ഒരു അടുത്ത ബന്ധത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, ഇവിടെ കാണിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ നിനക്ക് പുതിയ പേർ തരും, പേർ ഞാൻ നിനക്ക് തന്ന് ഞാൻ നിന്നെ പേർ വിളിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ദൈവം സ്നേഹിക്കുന്ന ദൈവസഭയോടുള്ള ബന്ധത്തിൽ ആമേനൂടെ വായിച്ചത്, ഞാൻ ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന നൽകും. 1. 2, ഞാനവന് വെള്ളക്കല്ല് കൊടുക്കും. ഈ വെള്ളക്കല്ല് ഒരു വളരെ വിലയേറിയ ഒരു കല്ല് തന്നെയാണ്. 3-ാമതായിട്ട് ഇവിടെ പറയുന്നത്, സ്തോത്രം, ഞാൻ എന്താണ് ഒരു പുതിയ പേർ നൽകുവാനായിടയായിട്ട് ആ കല്ലിന്മേൽ ഒരു പുതിയ പേർ കൊടുക്കും. അത് മറ്റാർക്കും അത് അറിയുവാൻ സാധ്യമല്ല. അത് ആ വാങ്ങുന്ന വ്യക്തിയും കൊടുക്കുന്ന വ്യക്തിയും അല്ലാതെ മറ്റാർക്കും തന്നെ അത് ഒരു നാളും അറിയുവാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഹല്ലേലൂയ. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ജയിക്കുന്നവന് ദൈവം നൽകുന്ന ഭാഗമാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ആകയാൽ സ്തോത്രം, ഞാനും നിങ്ങളും ജയിക്കുന്നവരായി മാറണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ യാതൊരു നാളിലും നമ്മൾ പരാജയപ്പെട്ടവരായി മാറരുത്. ഇതാണ് പ്രകൃതസഭയോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നത്, ജയിക്കുന്നവന്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ജയകരമായ ഒരു ജീവിതം നാം നയിക്കണമെങ്കിൽ നാം എല്ലായ്പ്പോഴും ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നാം യാത്ര ചെയ്യുകയാണെങ്കിൽ, നാം സഞ്ചരിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പരാജയം ഒരു നാളും കടന്നു വരികയില്ല. പ്രിയമുള്ളവരെ,
എപ്പോഴാണ് പരാജയം കടന്നു വരുന്നത്? നാം ലോകത്തിലേക്ക് നമ്മളെ ശ്രദ്ധ തിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതം പരാജയപ്പെടുവാനായിടയായിത്തീരും. ആകയാൽ പെർഗമോ സഭയുള്ള ബന്ധത്തിൽ നിങ്ങൾ ഹല്ലേലൂയ വിഗ്രഹാർപ്പിതങ്ങൾ ഭക്ഷിക്കാതെ, ദുർനടപ്പാചരിക്കാതെ, ബിലയാമിൻ്റെ ഉപദേശത്തിൽ പിടിച്ചിരിക്കാതെ, നിക്കൊലോവ്യരുടെ ഉപദേശത്തിലൊന്നും നിങ്ങൾ പോകാതെ ഹല്ലേലൂയ നിങ്ങൾ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങൾ നയിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഹല്ലേലൂയ കർത്താവ് മറഞ്ഞിരിക്കുന്ന മന്ന നിങ്ങൾക്ക് തരും. പ്രൈസ് ദി ലോർഡ്. പുതിയ പേര് തരും. ഞാൻ നിങ്ങൾക്ക് വെള്ളക്കല്ല് തരും, അതിനകത്ത് പുതിയ പേര് നിങ്ങൾക്ക് എഴുതി തരുമെന്നൊക്കെ പറയും. എല്ലാം ദൈവമായിട്ടുള്ള വലിയ അഭേദ്യമായ ബന്ധത്തെയാണ് കാണിക്കുന്നത്. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിത്യന് നീതിമാനുമായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൽ കർത്താവിനോട് പറ്റി നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളേവരെ സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.